ഓണക്കാലം. ഓണക്കാലമെന്ന് കേൾക്കുമ്പോൾ മഹാബലി തമ്പുരാൻ്റെ മുഖമാണ് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് കടന്നു വരിക. മഹാബലി തമ്പുരാൻ ഒരു അസുര വംശജനാണെങ്കിലും അദ്ദേഹം ഒരു നല്ല രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ അത് പ്രകടമായിരുന്നു. മഹാബലി എന്നാൽ മഹാത്യാഗം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മനസ്സുള്ള ആളായിരുന്നു മഹാബലി തമ്പുരാൻ. മഹാബലി തമ്പുരാനെ പ്രജകൾ മാവേലി എന്നും വിളിച്ചിരുന്നു. കള്ളവും ചതിയുമൊന്നുമില്ലാത്ത നിഷ്കളങ്കരായ പ്രജകളെ വാർത്തെടുക്കാൻ മുഖ്യ പങ്ക് വഹിച്ചത് മഹാബലി തമ്പുരാൻ്റെ പെരുമാറ്റവും അതുപോലെ പ്രജകളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും ഒക്കെ തന്നെയാണ്. തൃക്കാക്കര ആസ്ഥാനമാക്കിയായിരുന്നു മഹാബലി തമ്പുരാൻ നാട് ഭരിച്ചിരുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഭക്തനായ പ്രഹ്ലാദ രാജാവിൻ്റെ കൊച്ചുമകനാണ് മഹാബലി തമ്പുരാൻ. മഹാബലിയുടെ ഭരണത്തിൽ മറ്റു രാജാക്കന്മാർക്കും ദേവന്മാർക്കുമൊക്കെ വലിയ അസൂയയായിരുന്നു. ആർക്കും ദേവന്മാരെ വേണ്ട, എല്ലാവർക്കും മഹാബലി തമ്പുരാനെ മാത്രം മതി. തങ്ങളുടെ സ്വർഗരാജ്യം കൈവിട്ടു പോകുമോ എന്ന ഭയമായിരുന്നു ദേവന്മാർക്ക്. അവരെല്ലാവരും ചേർന്ന് വിഷ്ണു ഭഗവാനോട് അപേക്ഷിച്ചു, മഹാപ്രഭോ, അങ്ങ് ഞങ്ങളെ രക്ഷിക്കണം. മഹാബലി പ്രജകൾക്കെല്ലാം പ്രിയങ്കരനായിരിക്കുന്നു. ഇങ്ങനെ പോയാൽ സ്വർഗരാജ്യവും അസുരരാജാവ് കീഴടക്കും. അതിനാൽ മഹാബലിയെ ഇല്ലാതാക്കണം. മഹാബലി വിശ്വജിത്ത് എന്ന മഹായാഗം നടത്തുന്നു എന്ന് കേൾവിപ്പെട്ടു. അത് നടക്കരുത്. അത് സംഭവിച്ചാൽ മഹാബലി കൂടുതൽ കരുത്തുറ്റവനാകും. ഇത് കേട്ട വിഷ്ണു ഭഗവാൻ നമുക്കെന്തെങ്കിലും വഴിയുണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇന്ദ്രദേവനെ ശാന്തനാക്കി പറഞ്ഞയച്ചു. തുടർന്ന് മഹാവിഷ്ണു ഒരു ബ്രാഹ്മണ ബാലന്റെ വേഷത്തിൽ ഭൂമിയിലേക്ക് പുറപ്പെട്ടു. അപ്പോഴവിടെ യാഗം നടക്കുന്ന സമയമായിരുന്നു. എങ്കിലും ആ ബാലനെ കണ്ട ഉടൻ മഹാബലി തമ്പുരാൻ ആ ബ്രാഹ്മണ ബാലന്റെ അരികിലേക്ക് ചെന്നു. ബാലനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തിട്ട് ബാലനോട് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. ആ ബ്രാഹ്മണ ബാലൻ പറഞ്ഞു, എനിക്കിരുന്നു പ്രാർത്ഥിക്കാൻ 3 അടി മണ്ണ് തരുമോ എന്ന്. അതുകേട്ട് മഹാബലി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബ്രാഹ്മണ ബാല, ഇത് മഹാബലിയുടെ നാടാണ്. 3 അടി മണ്ണ് മാത്രം മതിയോ? അതോ ഇനിയും എന്തെങ്കിലും വേണോ? എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ. അത് കേട്ട് ആ ബാലൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് 3 അടി മണ്ണ് മാത്രം മതിയെന്ന്. അപ്പോൾ അവിടേക്ക് അസുരഗുരുവായ ശുക്രാചാര്യർ വന്നു. അദ്ദേഹത്തോട് മഹാബലി കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. പക്ഷെ അദ്ദേഹം അതിനെ എതിർക്കുകയാണുണ്ടായത്. ഇതിനു പിന്നിൽ വലിയൊരു ചതിയുണ്ടെന്ന് മഹാബലിയോട് അദ്ദേഹം പറഞ്ഞു. ഗുരു, അങ്ങേക്ക് എന്തു പറ്റി? ഈ ബാലൻ നമുക്ക് എന്ത് ദ്രോഹം ചെയ്യാനാണ്? മഹാബലി അദ്ദേഹത്തിന്റെ വാക്കുകൾ നിഷേധിച്ച് ഉത്തരവിട്ടു. ഈ ബാലൻ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് 3 അടി മണ്ണ് അളന്നു കൊടുക്കൂ എന്ന്. അത് കേട്ട് ബാലൻ പറഞ്ഞു, ഞാൻ എൻ്റെ പാദങ്ങൾ കൊണ്ട് 3 അടി മണ്ണ് അളന്നെടുത്തുകൊള്ളാമെന്ന്. മഹാബലി അതിന് സമ്മതം നൽകി. പെട്ടെന്നാണത് സംഭവിച്ചത്. ആ ബ്രാഹ്മണ ബാലൻ വലുതാകാൻ തുടങ്ങി. 1 അടി കൊണ്ട് സ്വർഗവും 2ാമത്തെ അടി കൊണ്ട് ഭൂമിയും നരകവും അളന്നു. 3ാമത്തെ അടി എവിടെ വെക്കും രാജാവേ എന്ന ബാലന്റെ ചോദ്യം കേട്ട് മഹാബലി തമ്പുരാൻ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയ മഹാബലി തമ്പുരാൻ ഇനി തനിക്ക് തൻ്റെ പ്രജകളെ കാണുവാൻ ഭാഗ്യം ലഭിക്കുമോ ഭഗവാനെ എന്ന് ചോദിച്ചു. ഭഗവാൻ മഹാവിഷ്ണു മഹാബലിക്ക് വരം നൽകി. ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ ഈ ഭൂമിയിൽ വന്നു പ്രജകളെ കാണാൻ. അങ്ങനെ അടുത്ത 3ാമത്തെ പാദം പതിക്കാൻ മഹാബലി തൻ്റെ ശിരസ് കുനിച്ചു കൊടുത്തു. അങ്ങനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെട്ട മഹാബലി തമ്പുരാൻ തൻ്റെ പ്രജകളെ കാണാൻ വരുന്ന ദിവസമാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. ഉള്ളവനും ഇല്ലാത്തവനും എന്ന വേർതിരിവില്ലാതെ ഈ സമൃദ്ധിയുടെ പൊന്നോണ നാൾ നമുക്കും ആഘോഷിക്കാം.